പോളിംഗിന് പിറ്റേന്ന് ക്രൈസ്തവ സഭാ മെത്രാൻമാരെ അധിക്ഷേപിച്ച് ബി.ജെ.പി നേതാവ് പി.സി. ജോർജ് യു.ഡി.എഫിന് വോട്ട് ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് നിർദ്ദേശം നൽകിയെന്നാണ് പി.സി. ജോർജിന്റെ ആരോപണം. ബി.ജെ.പിക്കെതിരെ എഴുതുന്ന ദീപിക പത്രം സഭയുടെ മുഖപത്രമാണെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. എന്നാൽ സഭയ്ക്കെതിരായ പി.സി. ജോർജിന്റെ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. FCRA ഭേദഗതി ബില്ലിൽ ദിവസങ്ങൾക്ക് മുൻപ് ബിഷപ്പുമാർക്കെതിരെ പി.സി. ജോർജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വോട്ടെടുപ്പിന് പിറ്റേന്ന് വീണ്ടും പി.സി. ജോർജ് രംഗത്ത് വന്നത്. യു.ഡി.എഫിന് വോട്ട് ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് നിർദ്ദേശം നൽകിയെന്നാണ് പി.സി. ജോർജിന്റെ ആരോപണം. രാഷ്ട്രീയം പറയുന്ന ബിഷപ്പുമാരെ രാഷ്ട്രീയമായി കാണുമെന്നും പ്രതികരണം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഒരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്തായത് മടങ്ങളിലെല്ലാം വിളിച്ച് യു.ഡി.എഫിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അത് പറയാൻ എന്താ അവകാശം? ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റു രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈയനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ബോധം വിവരം വേണ്ട ഇവനൊക്കെ. കത്തോലിക്ക സഭ മുഖപത്രം ദീപികയ്ക്കെതിരെയും പി.സി. ജോർജ്. അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. ഒരു ഇലക്ഷന് 3 മുന്നണി സ്ഥാനാർത്ഥി, 2 മുന്നണി സ്ഥാനാർത്ഥി പടവും, 3ാമത്തെ മുന്നണി സ്ഥാനാർത്ഥി കൊണ്ട് പറയാനുള്ള മര്യാദ കാണിക്കണവന്മാർ, വൃത്തികെട്ടവന്മാർ. ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. പത്രത്തെ വിമർശിച്ച് പി.സി. ജോർജിന്റെ മകനും പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജും രംഗത്ത്. ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം സഭയുടെ മുഖപത്രം എന്നാര് പറഞ്ഞു? ദീപിക പത്രത്തിൽ ആരെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്? അത് ഇനി ഞാൻ പിതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും കാണാൻ പോവുകയാണ്. ചില വ്യക്തികൾ വഴി പിണറായി വിജയനും പോലും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ പാലക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ പറഞ്ഞു വിട്ടേക്കാം. പറഞ്ഞാൽ സഭ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട. എന്നാൽ സഭയ്ക്കെതിരായ പി.സി. ജോർജിന്റെ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം. അത് പി.സി. ജോർജ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയും. അത് പാർട്ടിയുടെ നിലപാടല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ടല്ലോ. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി ബി.ജെ.പി ആണ്. ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് ബി.ജെ.പി അല്ലേ? ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള ബി.ജെ.പിക്കല്ലേ? ഏതൊരു ഹിന്ദു സമൂഹത്തെ പോലെയും ഏതൊരു പൊതുസമൂഹത്തെ പോലെയും ക്രിസ്ത്യൻ സമൂഹം ഞങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. പി.സി. ജോർജിന്റെയും ഷോണിന്റെയും പ്രസ്താവനയ്ക്കെതിരെ ജോസ് കെ മാണി രംഗത്ത് വന്നു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കള നാണയങ്ങളും ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു. ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി BJP അത് തിരിച്ചറിയും ഉടനെ തന്നെ. അന്ന് ഞാൻ പറഞ്ഞു അത് കൊടുങ്കാറ്റാണെങ്കിൽ ഇനി സുനാമി വരാൻ പോവുകയാണ്. കാരണം ഈ വരുന്ന നമ്മുടെ FCRയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ക്രൈസ്തവ വെൽഫെയർ ബോർഡ് വരുന്നത് അത് സുനാമി ആയിരിക്കും. ഇതിനിടെ പി.സി. ജോർജിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസും പത്രക്കുറിപ്പിറക്കി. പ്രസ്താവനകൾ തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങൾ പാളിപ്പോയെന്ന സൂചനയായാണ് പി.സി. ജോർജിന്റെയും ഷോണിന്റെയും പ്രതികരണങ്ങളെ വിലയിരുത്തുന്നത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.